ഹായ് ഫ്രണ്ട്സ്, റിതുസ് വ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു മുട്ട കൊത്തിപ്പൊരിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ അതിൽ ഓൾ പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. മുട്ട ഇതുപോലെ കൊത്തി പൊരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിനും കഴിക്കാം, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സബോള എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു തക്കാളി എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ചീഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സബോളയും പിന്നെ ആ തക്കാളിയുടെയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണ്ട. ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ നമുക്കിനി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്ന വരയ്ക്ക് ഇതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു കൂട്ടം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അത് ഒരുവിധം വഴന്ന ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇത് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി മുട്ട ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 2 മുട്ടയാണ് ഇട്ട് എടുക്കുന്നത്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ഇത് വഴറ്റുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. അതിന് ഉപ്പ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാലൊക്കെ പിന്നെ മുട്ടയൊക്കെ ഒന്ന് വറ്റി വരുന്ന ടൈമിൽ ഇട്ട് കൊടുക്കും. ഇത് ഒരുവിധം മൊരിഞ്ഞ് കിട്ടുന്ന വരയ്ക്ക് ഇതൊന്ന് നന്നായി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. തീയിട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഇത് അടിയെ പിടിച്ച് പോകും, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മുട്ട കൊത്തി പൊരിച്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാക്കിയെടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക, പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മുട്ട കൊത്തി പൊരിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചോറിന് കൂട്ടി കഴിക്കാനും ഇത് കൂട്ടി ചപ്പാത്തി കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോഴത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതിട്ടാ. പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബും ചെയ്തോളൂട്ടാ. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.